ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫിൻ്റെ 2 കറിയാണ് കേട്ടോ വയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ബീഫ് ഓർഡർ ചെയ്തത് ഡെൽഫിഷിൽ നിന്നാണ് കേട്ടോ. ഡെൽഫിഷ് എന്ന് പറയുന്നത് ഇതുപോലെ ഫിഷും മീറ്റും ഒക്കെ കട്ട് വെജിറ്റബിൾസും ഒക്കെ നമുക്ക് സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. നമുക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി എന്തൊക്കെ ഫിഷാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അവർ വാട്സപ്പ് ഗ്രൂപ്പിലിടും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വേണം വിത്ത് റേറ്റ് ഇടും കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വേണമെന്നുള്ളത് നമുക്ക് പറയാം. നമുക്ക് വേണമെങ്കിൽ ഷോപ്പിൽ പോയി വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താണ് കേട്ടോ അവർ തരുന്നത്. പിന്നെ നമ്മൾ വാങ്ങിയ ബീഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്വാളിറ്റി മീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ 2 മണിക്കൂറിനകത്ത് സംഭവം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ ഡെലിവർ ആകും എന്നുള്ളത് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ അവർ പറയും കേട്ടോ. ഞങ്ങൾ 1 കിലോ ബീഫാണ് കേട്ടോ വാങ്ങിയത്. പറയാതിരിക്കാൻ വയ്യ, ചെറിയൊരു എല്ലിൻ്റെ കഷ്ണം പോലും ഇല്ല കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള മീറ്റായിരുന്നു. കറി വെച്ചപ്പോഴാകട്ടെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നല്ല മീറ്റാണ്. അപ്പം ഡെൽഫിഷിൽ നിങ്ങൾ ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഓർഡർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഇവിടുന്ന് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് കണ്ട് നമ്മൾ ഒന്ന് ഓർഡർ ചെയ്തത്. പക്ഷേ നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് മീറ്റും ഫിഷൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഡെൽഫിഷ് നല്ലൊരു ഓപ്ഷനാണേ. നമ്മളിപ്പം 1 കിലോ ബീഫാണല്ലോ ഇതിലൊരു 1/4 കിലോ കൂടുതൽ ബീഫ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ ചിലവാകത്തില്ല. ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വീഡിയോയും കൂടി ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ഫ്രൈ ആണ് ഇത്. നമ്മളിപ്പോൾ ആദ്യം ഇത്രയും ബീഫിലെടുത്ത് ഒരു 3/4 കിലോ അടുപ്പിച്ചുണ്ടേ നന്നായിട്ട് കഴുകി, നല്ല വൃത്തി കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇതിന് കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ്. അത് നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മുളക് പൊടി ഇതിന് കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 8 വിസിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് 2 ഏലക്കായും 2 ഗ്രാമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 10-15 ചെറിയ ഉള്ളി വട്ടത്തിനരിഞ്ഞ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ചെറിയൊരു സവാളയും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് ബീഫ് ലവേഴ്സിന് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കിയ 2 ഐറ്റം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട്. അത് ബീഫും നല്ല ക്വാളിറ്റി ബീഫായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഉള്ളി നല്ല വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുളക് പൊടി കുറച്ച് മതി. മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ആവശ്യം. ആദ്യം നമുക്ക് പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പാകത്തിന് ഒരു ചെറിയ അളവിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ല രീതിയിൽ വഴങ്ങി വരട്ടെ. നല്ലൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ആ സമയം നമുക്കിതിലോട്ട് തേങ്ങാക്കൊത്ത് കുറച്ച് എത്ര നമുക്ക് വേണം, എത്ര നാത്തോളം നമുക്ക് ഇടുക. അത് ഭയങ്കര ടേസ്റ്റാണ് ആ തേങ്ങാക്കൊത്തിടുമ്പോൾ. എന്നിട്ട് നമുക്ക് ബീഫിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ വെള്ളവും ബീഫ് വേവിച്ചതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല രീതിയിൽ തിളപ്പിച്ച്, ഇതെന്ന് വെച്ചാൽ റോസ്റ്റ് പരുവമാണ് കേട്ടോ. അപ്പോൾ റോസ്റ്റ് പരുവത്തിലാണ് നമ്മൾക്കിത് നല്ല തയ്യാറാക്കി എടുക്കാൻ. ഇത് വെള്ളവും ഈ അരപ്പ് ഉള്ളിയും എല്ലാം കൂടി ചേർന്ന് നല്ല രീതിയിൽ നിന്ന് തിളച്ച് കുറുകി പാകമായി വരുമ്പോൾ നമുക്കിതിലോട്ടേ 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വാഴയ്ക്കൊപ്പം പഴംപൊരിയില്ലേ, അതുണ്ടാക്കി കഴിച്ചായിരുന്നേ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമുക്ക് പഴംപൊരിയും ബീഫും കൂടെ കഴിച്ചു. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മൾ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ബീഫ് റോസ്റ്റ് ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് ഇതൊന്ന് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. നമ്മൾ ചക്കയും കൂടെ വച്ച്, ചക്ക ഉണ്ടായിരുന്നേ, അപ്പോൾ ചക്കയുടെ കൂടെയും കഴിച്ചു. അടുത്തതായിട്ട് നമുക്ക് ബീഫ് ഫ്രൈ തയ്യാറാക്കാം. വളരെ സിമ്പിളും ടേസ്റ്റാണ്. ഇതും ഫ്രൈ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നേരത്തെ ഞാനൊരു 1/2 കിലോ അടുപ്പിച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ബീഫിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും 10-15 ചെറിയ ഉള്ളി. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് പെരിഞ്ചീരകം ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി
ഇതിനും മെയിനായിട്ട് കുരുമുളക്. നേരത്തെ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കിയതിനേക്കാളും ഇതിൽ ഒത്തിരി കുരുമുളകിൻ്റെ ആവശ്യമാണ് കേട്ടോ. മുളക് പൊടി ചെറിയ രീതിയിൽ മതി. കറായിരിക്കും നല്ല അടിപൊളി ബീഫാണ് തയ്യാറാക്കുന്നത്. അപ്പം ഇതിലോട്ട് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ കൈവച്ച് നല്ല മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിന് ശേഷം വളരെ സിമ്പിളാണ് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ മാറ്റിയതിന് ശേഷം നമ്മളിത് എടുത്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുക്കറിൽ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഫിസിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്ത് കേട്ടോ. 6-7 ഫിസിൽ കേട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എനിക്ക് റോസ്റ്റ് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. ഫ്രൈ നല്ല കറുകറുത്ത കുരുമുളക് ഇട്ട ബീഫ് ഫ്രൈ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. അത് ബീഫ് പാകമായി വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു പാൻ എടുക്കുക. അതിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ മുളക് ചതച്ചത് എന്ന് വെച്ചാൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാമേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബീഫ് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഇതിലോട്ട് കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ വരട്ടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വരട്ടി നല്ല കറുപ്പിച്ച് നല്ല ഹോട്ടലിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളൂ. അമ്മാതിരി ടേസ്റ്റുള്ള നല്ല കറുത്ത ബീഫ് ഫ്രൈ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിനാണ് കുറച്ച് ടൈം എടുക്കുന്നത് കേട്ടോ. നല്ല വരണ്ട് നല്ല മൂത്ത് നല്ല മണമുള്ള അടിപൊളി ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ കളറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിന്ന് വെള്ളം വറ്റാനായിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നല്ല കറുത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.